എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് അങ്ങേക്ക് ഓർമ്മയുണ്ടാവും. ആ ട്രെയിൻ തീവെപ്പ് കേസിൻ്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ വേണ്ടി അദ്ദേഹം പലപ്പോഴും ഈ സ്ഥലം സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ആ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി എവിടെ നിന്നാണ് വരുന്നത്, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് മാധ്യമങ്ങളോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബോധമുള്ള ആളാണ് എം.ആർ. അജിത് കുമാർ. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ക്രമസമാധാനം കേരളത്തിൻ്റെ. അങ്ങ് ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവം ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, ആ സംഭവം ചൂണ്ടിക്കാട്ടിയതാണ്. പാർട്ടി പിന്തുണ ഇല്ലെങ്കിലും അങ്ങ് ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകുമോ പോലീസിലെ ഈ ഫാക്ഷനെതിരെ? ഞാൻ മുന്നോട്ട് പോകും. പാർട്ടി പിന്തുണ ഉണ്ടാകും എന്ന് തന്നെ. പാർട്ടി എന്ന് പറയുന്ന ആരാ? ഈ പാർട്ടിയിലെ പാവപ്പെട്ട ജനങ്ങളും സഖാക്കളും അതിൻ്റെ നേതാക്കളുമാണ്. അവരൊക്കെ മനുഷ്യരാണല്ലോ. ആ ഒരു സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് കടക്കൽ കത്തിവെക്കുന്ന വളരെ ഗൂഢമായ പോലീസിൻ്റെ, അജിത് കുമാറിൻ്റെ ഈ നീക്കത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം. അത് പാർട്ടിക്ക് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഈ പൊതുസമൂഹത്തിന് മുമ്പ് എനിക്ക് ഓടിപ്പോകാൻ പറ്റുമോ? അജിംസെ, നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. ഞാനൊരു വാക്ക് ഉപയോഗിച്ചോ, നിങ്ങൾ കേട്ടല്ലോ, നൊട്ടോറിയസ് ക്രിമിനൽ എന്ന്. എം.ആർ. അജിത് കുമാർ. എന്താ അത് പറയാനുള്ള എൻ്റെ ധൈര്യം? അദ്ദേഹത്തിൻ്റെ നൊട്ടോറിയസ് ക്രിമിനലിസം പുറത്തു വരാൻ പോവുകയാണ് അജിംസ്. അപ്പോൾ നമുക്ക് കാണാം. ഇതൊക്കെ ഈ പാർട്ടി പ്രവർത്തകർ കണ്ടുകൊണ്ടിരിക്കല്ലേ. എല്ലാം കൂടെ ഒരുമിച്ച് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. അതിനർത്ഥം ഇനിയും കൂടുതൽ കാര്യങ്ങൾ അങ്ങ് പുറത്തുവിടാനുണ്ട് എന്നാണ് നമ്മുടെ മീഡിയ. തീർച്ചയായിട്ടും അജിംസ്, ഒറ്റക്കാര്യം ഞാനൊരു ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തട്ടെ. ഇന്നലെ മീഡിയ വണ്ണിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങളിത് ഇന്ന് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിന് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു, ഈ എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്ത്, കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുജിത് ദാസ് അതിൽ പണമുണ്ടാക്കിയിട്ടുണ്ടോ, ആ ശൃംഖലയിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹം അതിലുണ്ടായിരുന്നു, പക്ഷേ അത് പണമുണ്ടാക്കുന്ന വഴിയിലാണോ അതല്ല അജിത് കുമാർ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ, ഈ പറയുന്ന സുജിത് ദാസ് കോടാനകോടി രൂപ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏകദേശ തെളിവുകൾ കയ്യിലെത്തിയിട്ടുണ്ട്. ബാക്കി തെളിവുകൾ കൂടി വരുമ്പം കേരളമല്ല ഇന്ത്യ ഞെട്ടും. ഈ നൊട്ടോറിയസ് ക്രിമിനൽ സംഘം എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നല്ലേ അതിന് ഞാൻ ഇപ്പം പറയുന്നുള്ളൂ. അല്ല, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. എങ്ങനെയാണ് പോലീസ് അതിൽ ഇൻവോൾവ് ആവുന്നത്? അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്താണ്? അല്ല, അതിപ്പോൾ പറയാൻ കഴിയില്ല. ഒരു മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയില്ല. അതിങ്ങനത്തെ ചർച്ചയിലും പറയാൻ കഴിയില്ല. അത് ഞാൻ ഓപ്പണായിട്ട് ഇരുന്നത് പറയും. അതായത് സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് പണം പിടുങ്ങുന്നതാണ്, അതല്ല സ്വർണ്ണക്കടത്ത് തന്നെ ഇവർ തന്നെയാണോ നിയന്ത്രിക്കുന്നത്? എന്താ അങ്ങയുടെ ആരോപണം? അതൊക്കെ നമുക്ക് കാണാം ജിൻസേ. അല്ല, കാണാം. ഓക്കെ, പി അൻവർ, അങ്ങ് പറയാൻ പോകുന്ന, അൺഎർത്ത് ചെയ്യാൻ പോകുന്ന കുറേ അധികം സത്യങ്ങൾ ഇനി വരാൻ പോകുന്നതാണ് പറയുന്നത്. എൻ്റെ പ്രശ്നം, അങ്ങ് ഈ ഫൈറ്റ് നടത്തുന്നത് സർക്കാർ സംരക്ഷണമുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ്. അവിടെയാണ് പ്രശ്നം. അങ്ങേക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും? ഇന്ന് പാർട്ടി സെക്രട്ടറി തന്നെ അങ്ങേ തിരുത്തണം എന്ന രീതിയിലാണ് പറയുന്നത്. അല്ല ജിംസ്, സർക്കാർ എപ്പോഴാണ് സംരക്ഷണം കൊടുക്കുക? സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായും നീതിപൂർവവും പക്ഷപാതിത്വമല്ലാതെയും പ്രവർത്തിക്കുമ്പോൾ സർക്കാർ സംരക്ഷണം ഉണ്ടാവും. സർക്കാരിനെയും ജനങ്ങളെയും ഈ ഗവൺമെൻറ്റിനെ പ്രതിനിധിക്കുന്ന പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ തകർക്കാൻ ഈ കള്ളക്കച്ചവടക്കാരോടൊപ്പം കൂട്ടുനിന്ന് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ഇടതുപക്ഷ സർക്കാരിന് സഹായിക്കാൻ കഴിയുമോ ജിംസ്? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങേക്ക് ഈ കാര്യം പാർട്ടി സെക്രട്ടറിയെ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എങ്കിലും ധരിപ്പിക്കാൻ കഴിയുമോ? ഇതൊക്കെ ഞാനീ പറയുന്നതൊക്കെ എല്ലാവരും കേൾക്കുന്നില്ലേ ജിംസ്? പിന്നെ നമ്മൾ വേറൊന്ന് പറയണോ? വേറെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് തുറന്ന പുസ്തകമല്ലേ ഈ പറച്ചിൽ. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും ഇത് കേൾക്കുന്നില്ലേ, കണ്ണെല്ലാവർ കാണുന്നില്ലേ? പിന്നെ ഒരു പ്രത്യേകം പറച്ചിലിൻ്റെ ആവശ്യത്തിലെന്താ? അതായത് ഈ പറച്ചിലിൽ നിന്ന് പാർട്ടി ഇത് മനസ്സിലാക്കട്ടെ എന്നാണ് അങ്ങ് കരുതുന്നത്? എൻ്റെ അജിൻസെ, നിങ്ങൾ പോകുന്ന എങ്ങോട്ടേക്കാണെന്ന് എനിക്കറിയാം. ആ ചൂണ്ടയിലൊന്നും ഞാൻ കൊത്തൂല.
അത് പ്രതീക്ഷിക്കണ്ട. ഞാൻ വളരെ സതുദ്ദേശത്തോടു കൂടി ഇറങ്ങിയൊരു കാര്യമാണ്. അതിൻ്റെ എൻഡ് വരെ ഞാൻ പോയിരിക്കും, എനിക്ക് ആയുസുണ്ടെങ്കിൽ. അത്രയും കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ.